ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എൽവിൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി സ്നോ പുഡിംഗ് കേട്ടോ. ഇത് വീട്ടിൽ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഇത് പറയുന്ന പോലെയും കാണുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും കേട്ടോ. പിന്നെ ഇതിന് ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ പുഡിംഗ് ഉണ്ടാക്കുന്നതിന് ആദ്യമേ തന്നെ കുറച്ച് പഞ്ചസാര നമുക്കൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് സൈഡിൽ നിന്ന് കായ് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ സ്പൂൺ ഇട്ട് ഇളക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ലൈറ്റ് കളർ ഒന്നും കൂടി ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് കളറാകാൻ വേണ്ടി നിൽക്കില്ല. പഞ്ചസാര കരിഞ്ഞിട്ട് കയ്പ്പ് ചുവ വരും. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് മൊത്തം ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. ഇപ്പം നമ്മുടെ ക്യാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ. ഉണ്ടാക്കി ഉടനെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ക്യാരമൽ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആ ക്യാരമൽ പെട്ടെന്ന് സെറ്റായി പോകും. അപ്പോഴത്തേക്ക് ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം എല്ലാ ഭാഗത്തും സ്പ്രെഡായി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തണുക്കാൻ വെക്കട്ടെ. അപ്പോഴത്തേക്ക് അത് അവിടെ ഇരുന്ന് സെറ്റാകും. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവേ. ഇനി നമുക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ളത് 3 മുട്ട കേട്ടോ. അപ്പോഴത്തേക്കും പഞ്ചസാരയും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമ്മൾ ഈ മുട്ട മൊത്തത്തോടെയല്ല എടുക്കുന്നത്, നമുക്ക് അതിൻ്റെ വെള്ള മാത്രം മതി. അപ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് മുട്ട പൊട്ടിച്ചിട്ട് ആ തോടിലേക്ക് മഞ്ഞ പോർഷൻ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കുമ്പോഴത്തേക്കും നമുക്ക് ആ വെള്ള കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ വെള്ളം മാത്രമാക്കി എടുത്തത്. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങളത് ചെയ്തോ കേട്ടോ. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ ആ രീതിയിൽ മുട്ടയുടെ വെള്ളം എല്ലാം മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ പുഡിങ്ങിന് ആവശ്യത്തിന് മധുരം വേണം. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഈ മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഈ എഗ് മിക്സർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്പൂണോ വിസ്കോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് നന്നായിട്ട് ചെയ്യുക. ബീറ്റർ വെച്ച് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ ഒരു 3 മിനിറ്റ് കൊണ്ടൊക്കെ മതി. ഇപ്പം ഈ എഗ് മിക്സർ വെച്ച് ചെയ്താലും കുറച്ച് സമയം എടുക്കും കേട്ടോ. പെട്ടെന്ന് അങ്ങ് ആവില്ല. അപ്പം ആ പഞ്ചസാരയും ആ മുട്ടയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ട് ഇപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ നന്നായിട്ടൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് മുട്ടയുടെ വെള്ളയല്ല അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസും കൂടെ ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യുവാണ്. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോയുടെ ലെന്ത് ഒത്തിരി അങ്ങ് കൂടിപ്പോകും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് കാണിക്കാത്തത്. ഇപ്പം ഇത് കണ്ടോ ഈ ഒരു പരുവായി കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് മതി, ഈ പരുവത്തിന് മതി കേട്ടോ. ഞാൻ പറഞ്ഞില്ല ആകും, റെഡിയാകും. പക്ഷേ ഇച്ചിരി സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിവിടെ ഏകദേശം ഒരു 7 മിനിറ്റോളം ഒക്കെ എടുത്തു കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ക്യാരമൽ സെറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതുപോലെ മൊത്തത്തോടെയല്ല ചേർത്ത് കൊടുക്കുന്നത്, കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം എല്ലാ മിക്സ് ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂണോ സ്പാച്ചുലോ എന്തെങ്കിലും വെച്ച് നമ്മൾ അതിൻ്റെ മേൽഭാഗം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ. ഇപ്പം ഞാൻ നന്നായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് ഞാൻ അതിൻ്റെ മേൽഭാഗം ഒന്ന് കവർ ചെയ്യും കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ സെയിം പാത്രത്തിന് കവർ ചെയ്യാൻ പറ്റിയ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതൊന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. കാരണം നമ്മൾ ആവിയിലാണെങ്കിൽ ഇതൊന്ന് പുഡിങ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോഴത്തേക്കും ആ ഈർപ്പം അതിൻ്റെ ഉള്ളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊന്ന് കവർ ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു 2-3 ഹോളും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഇഡലിപ്പാത്രമാണ് എടുത്തേക്കുന്നത്. അത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം അത് വെള്ളമൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ തുറന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിൻ്റെ പാത്രം അതിൻ്റെ മേലെ വെച്ച് കൊടുത്ത് മൂടി വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. എന്നിട്ട് ആ ഫോയിൽ പേപ്പർ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ പുഡിങ് റെഡി ആയോ എന്ന് നോക്കുന്നത് ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഞാനിവിടെ പപ്പടക്കുത്തിയായിട്ട് എടുത്തേക്കുന്നത്, അത് വെച്ചൊന്ന് കുത്തിയിട്ട് നമ്മുടെ കയ്യിലൊന്നും പിടിക്കുന്നില്ല, ആ സ്റ്റിക്കയിലും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ പുഡിങ് റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്കാണ് ഞാനിപ്പം വെക്കുന്നത്. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടാൽ മതി. അപ്പോഴത്തേക്ക് ആ പുഡിങ് അകത്തുനിന്ന് വിട്ടു പോരും കേട്ടോ.
ഇതുണ്ട്. ഇപ്പോൾ നമ്മുടെ പുഡിങ് റെഡിയായി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. മുട്ടയും പഞ്ചസാരയും ഒന്നും ഇല്ലാത്ത വീടുകളില്ലല്ലോ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ചിലവൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു ടെക്സ്ചറും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങ് കത്തി അങ്ങ് വെക്കുമ്പോഴത്തേക്കും തന്നെ അങ്ങ് കട്ടായി പോകുന്ന പോലത്തെ അത്രയ്ക്കും നല്ലൊരു സോഫ്റ്റാണ് നമ്മുടെ പുഡിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.